3/4 മണിക്കൂർ കാത്തിരിക്കുന്നില്ല കേട്ടോ. ഉണ്ടെങ്കിൽ വേം വരണം. നമ്മൾ ആ സമയം കൂടി ബഹുമാനപ്പെട്ട ഉസ്താദിന് കൊടുക്കാനുള്ളതാണ്. നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇസ്തിഖാമയുടെ നേതാക്കന്മാരായ നമ്മുടെ പ്രിയങ്കരനായ നേതാവ് അബ്ദുൽ ഗഫൂർ അൻവരിയും ബഹുമാനപ്പെട്ട MT അബൂഖർദാരും എല്ലാവരുടെ വേദിയിലുണ്ട്. അവർ ഇൻഷാ അല്ലാഹ് മറുപടി നൽകും. വല്ലവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന്. നിങ്ങൾക്ക് വേണ്ടിയാ നമ്മൾ ഒരുപാട് ക്ലിപ്പ് ഞാൻ കൊണ്ടുവന്നിരുന്നു. ഒന്നും വിടാത്തത് ഈ സംശയ നിവാരണവർ വരുമെന്ന് കാത്തുകൊണ്ടാണ്. ഉണ്ടെങ്കിൽ വേം വരണം. അതോടൊപ്പം ആ വിഭാഗത്തിൽപ്പെട്ട ആര് വന്നാലും, മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി, തബ്ലീഗ് പോലത്തെ പ്രസ്ഥാനത്ത് ആര് വന്നാലും ഒരു രോമത്തിന് പോലും പൊറമേൽക്കാതെ നിങ്ങൾക്ക് ഇവിടെ ചോദിക്കാം, സന്തോഷത്തോടെ തിരിച്ചു പോകാം. കുറച്ചപ്പുറം വരെ ഞങ്ങൾ എത്തിച്ചേരാം. വീട്ടിൽ നിന്ന് എത്തിച്ചേരും കേട്ടോ. കുറച്ചപ്പുറം വരെ ഞങ്ങൾ എത്തിച്ചേരാം. ഒരു പിടിയും പിടിക്കണ ധൈര്യത്തോടെ വന്നോളി. ഇത് SKSSF നടത്തുന്ന മുഖാമുഖമാണ്, നാടക മുഖാമുഖമാണ്. ധൈര്യത്തോടെ കടന്നത്. ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത സെഷനിലേക്ക് കടക്കും. അതിനുശേഷം ബഹുമാനപ്പെട്ട സഖാവിസ്ഥാനിന് പുസ്തകങ്ങൾ അവസരം കൊടുക്കും. ഞാൻ പറയാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ വരണം. ഈ കാണുന്ന ആയിരക്കണക്കിന് ആളിൽ കാത്തിരിക്കുന്നത് നിങ്ങളുടെ ചോദ്യമാണ്. ഇവിടെ മാത്രമല്ല, കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ 10,000ങ്ങളാണ് ഈ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ കാത്തിരിക്കുന്നു. മുജാഹിദിന്റെ 8ഓളം ഗ്രൂപ്പില്ലേ, ഏതെങ്കിലും ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ വരും. ഞങ്ങൾക്ക് ഇന്നേക്കൊള്ളില്ല, കുറെ ഉണ്ടല്ലോ. അത് ജിന്നായാലും വേണ്ടില്ല, ഇൻസായാലും വേണ്ടില്ല, മടവൂരിയായാലും വേണ്ടില്ല, ഏത് ഊരിയായാലും കുഴപ്പമില്ല. ഏത് ഗ്രൂപ്പുകാർക്കും വരാവുന്നതാണ്. കോഡ്ലെസ് മൈക്കൽ ഒരു മൈക്കോ കിട്ടത്തില്ല. കോഡ്ലെസ് മൈക്കൊന്നുമില്ല, ഏത് മൈക്കലും കുഴപ്പമില്ല. വേഗം വരാം. ഉണ്ടെങ്കിൽ വരണം. ആരെങ്കിലും ഉണ്ടോ? മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? ഒരാളില്ല. ആരുമില്ല. എന്നാൽ നമുക്ക് അടുത്ത വർഷം 3/4 മണിക്കൂർ മറ്റൊരു കേൾക്കോട്ടെ. മുടി അല്ലേ? നഞ്ഞു മുടി എന്ന് എല്ലാവരും പറയുന്നത് ആയിക്കോട്ടെ. എന്നാൽ SSFന്റെ പ്രതിനിധികൾ, SYSന്റെ പ്രതിനിധികൾ, നേരത്തെ പേരോട് പറഞ്ഞല്ലോ, നെഞ്ചൂക്കുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കടന്നു വരണം. നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരമാണ്. അതിന്റെ പ്രവർത്തകന്മാർ ആരെങ്കിലും വരിക, പേര് പറയുക, സംഘടന ബന്ധം പറയുക, യൂത്തിന്റെ പേര് പറയുക, എന്നിട്ട് ചോദിക്കുക. ഒരു ഭ്രമം ഉണ്ടാവില്ല. അതിന്റെ പരിമൊന്ന് ഉറപ്പ് ഞാൻ തരാം. പക്ഷെ അറ്റാക്ക് വിധിക്കപ്പെട്ട ആൾക്കാരും വരുന്നുണ്ട്. ആരെങ്കിലും പറയണം, കേരള ഇസ്ലാമിക് ക്ലാസുകളിലൂടെ 10,000ങ്ങളാ കാത്തിരിക്കുന്നത്. സാന്ദർഭികമായിട്ട് നോക്കുന്നു എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരോട്. ഒരാരെങ്കിലും വരുന്നെങ്കിൽ അതുവരെ 2 വാക്ക് പറയാം. നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരോട് പറയുന്നു, നമ്മുടെ ക്ലാസ് റൂം ഈ വിഷയത്തിൽ അവരെ ഒരു പരിധിവരെ ഇരുത്തേണ്ടടുത്ത് വലിയ പങ്കുവച്ചത് നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമാണ്. നിങ്ങളൊക്കെ കമ്പ്യൂട്ടറുള്ള ആളുകൾ, ഉപയോഗിക്കുന്ന ആളുകൾ, മൊബൈലിലൂടെ അത് കേൾക്കാൻ കഴിയും. നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ആ ക്ലാസ് റൂമിൽ അംഗങ്ങളായി മാറണം. അത് കേൾക്കണമെന്ന് സാന്ദർഭികമായിട്ട് ഞാൻ ഓർക്കുകയാണ്. ആരെങ്കിലും ഉണ്ടോ? അപ്പൊ പിന്നെ പൊരമ്പള പറഞ്ഞത് ഉറപ്പാണ്. ഇതൊക്കെ SSF വരാം. പൊരമ്പള പറഞ്ഞ അവരുള്ള പൊള്ളയാണ്. അവിടെ കുറച്ചാൾ ബാക്കിയുള്ളൊക്കെ SSF വരാം. എന്നാ വലിയ SSFകാർ ധൈര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രയാസമില്ല. നിങ്ങളെ വേദനിപ്പിക്കുന്നൊരു വാക്കുപോലും ഞങ്ങൾ പറയില്ല. ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ വേദനിച്ചാൽ ഞങ്ങൾ ഉത്തരവാദിയുമല്ല. ആരെങ്കിലും ഉണ്ടോ? ആ ഭാഗത്ത് പോകാൻ അവിടെ നിന്നാലും വരുന്നുണ്ടെന്ന് കുട്ടിപ്പടിയുന്നു ഇല്ല. അവിടെ നിന്നാവില്ല. ഏത് ഭാഗമുള്ളത്? പിന്നെ ഒതുക്കിങ്ങൽ ഭാഗമുണ്ട്. ആ പാവൊതുക്കുക അതല്ല, അതുകൂടി സാധു. വേറെ ആരും വരുന്നു ഉണ്ടോ? നിങ്ങളൊന്ന് കൈബന്ധിച്ചാൽ നിങ്ങൾക്ക് അവസരം തരാം. നശിക്കൂല. ഒന്ന് കൈപ്പിടിച്ചാൽ മതി. നിങ്ങൾ കാത്തിരിക്കാം. ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അതെ, നമ്മുടെ കുട്ടികളിങ്ങനെ നോക്കണമെന്നില്ല. ആരെങ്കിലും ഉണ്ടോ? ലേലം വിളിക്കും പോലെ വിളിക്കേണ്ട അവസ്ഥ. ഒരു വട്ടം നമ്മൾ ഉറപ്പിക്കാൻ പോവാണ്. ആരെങ്കിലും ഉണ്ടോ?
കഴിയില്ല. SKS ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇവിടെ പരിപാടി നടത്തുന്നത് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ. നമ്മുടെ നോക്കിങ്ങൾ അവരെ പരിപാടി അവസ്ഥ എന്തായിരുന്നു? മലപ്പുറത്തായാലും കോഴിക്കോടായാലും കൂനൂരിലായാലും വേദിയിലാരാ? നമ്മളെ പ്രസംഗിച്ചല്ലോ 40 മുഷാവറ മെമ്പർമാരെ. എന്തിന്? ഒരു പാവം മാഹിരൊരു പയ്യന് മറുപടി കൊടുക്കാന്. ഉണ്ടോ അല്ലാഹു അക്ബർ ഉണ്ടോ? ഇല്ലേ? ഇല്ലാത്തരെ അല്ലെ. ആദ്യം തക്ബീർ അല്ല വന്നോട്ടെ, തക്ബീർ ഇട്ട് തിരിച്ചുകൊണ്ടാ. ഇല്ലല്ല ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഒരാളും ഇല്ല. ഞാൻ പറയട്ടെ, ഒന്ന് മാറി കയറി എന്തെങ്കിലും വന്നോട്ടെ. എവിടെ മൈക്ക് ഇങ്ങോട്ട് വരണം. അവിടെ നമ്മൾ സസ്പുറത്ത് അവിടെ ആരും ഒന്ന് കളിയും ഉത്തരവാദിത്തം ഇങ്ങോട്ട് വരണം. ആരായാലും ഇങ്ങോട്ട് ഒന്ന് ചോദിക്കണം. അങ്ങോട്ട് കൊടുത്താൽ വരുന്നുണ്ട് മാനസഭ. എന്റെ പ്രിയപ്പെട്ടവരെ, ആരും വേദന ഒന്ന് വിട്ടിരിക്കെ, എല്ലാവരും മാറി. അവർക്ക് നമ്മൾ പരിപൂർണ്ണ സംരക്ഷണം കൊടുക്കണം. അത് നമ്മൾ വാക്ക് കൊടുത്താൽ ഇങ്ങോട്ട് വരും. ഭയങ്കര സ്റ്റേജ് കയറിക്കോട്ടെ, ഒരു കാര്യം സന്തോഷമുള്ളൂ, അങ്ങോട്ട് കയറിക്കോളൂ. അൽഹംദുലില്ലാ. അദ്ദേഹത്തിന്റെ പേരും അദ്ദേഹത്തിന്റെ നാടും സംഘടനാ ബന്ധവും പറയും ഇൻഷാ അല്ലാഹ്. എന്നിട്ട് അദ്ദേഹം ചോദ്യം ചോദിക്കും. ഇൻഷാ അല്ലാഹ് അവിടുന്ന് മറുപടി ലഭിക്കും. ആരും സദസ്സിന് ഒരിക്കലും തന്നെ അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തുന്ന ഒരു വാക്കും ഉച്ചരിക്കരുത്. അദ്ദേഹത്തിന് എന്തും ചോദിക്കാനുള്ള ഈ വിഷയമായി മുടിയുമായി എന്ത് വിഷയം ചോദിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ആരും അദ്ദേഹത്തെ വേദനിപ്പിക്കുകയോ നമ്മുടെ വിക്കാന് പുറത്തു മാറി നിൽക്കൂ, ഒന്ന് മാറിക്കും. അവർ വരട്ടെ, നമുക്ക് സന്തോഷമുള്ള കാര്യമില്ലേ? അൽഹംദുലില്ലാഹ്. അവിടെ നോട്ടെ, അദ്ദേഹത്തെ നമ്മൾ സർവാത്മന സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു അദ്ദേഹത്തിന് ഹിദായത്ത് നൽകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സത്യത്തിന്റെ കൂടെ നിൽക്കാനുള്ള സൗഭാഗ്യം നൽകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തിന് ചോദിക്കാനുള്ള അവസരമുണ്ട്. അദ്ദേഹം ചോദിക്കും. അസ്സലാമു അലൈക്കും. ഞാൻ SSFന്റെയോ SYSന്റെയോ ഒരു മെമ്പർഷിപ്പുള്ള ആളല്ല എന്ന് ആദ്യമായി നിങ്ങൾ സദസ്സിനോട് പറഞ്ഞതാണ്. ഈ ശബ്ദം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് എനിക്ക് ചോദിക്കാനുള്ള, ബഹുമാനപ്പെട്ട ഉസ്താദുമാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സമുദായത്തിൽ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്റെ പേര് അബ്ദുൾ റസാഖ്, സ്ഥലം പൊന്മള, കേട്ടോ, പൊന്മള. എരീശൽ ഇളയോടുത്ത് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഒതുക്കുന്നതിൽ ഞാൻ മുഖാമുഖത്തിൽ ചോദിച്ചപ്പോൾ അന്ന് SKSSFന്റെ പ്രവർത്തകർ എന്നെ തേടിയെത്തിയിരുന്നു. പക്ഷേ ഇവിടെ ഞങ്ങൾ നല്ല നിലയിൽ വിളിച്ചതുകൊണ്ട് വരുന്നു. ഞാനൊരു പ്രവർത്തകനാണ്, പക്ഷെ എന്താണ് മെമ്പർഷിപ്പില്ല. ചോദിക്കുന്നു നിങ്ങളോട്, ഷാറേ മുബാറക്ക് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന സനദോട് കൂടിയുള്ള ഒരു ഷാറേ മുബാറക്ക് ലോകത്തിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ലോകത്തിൽ എവിടെയെങ്കിലും ഏതായാലും പ്രവർത്തകനാണ്, പക്ഷെ മെമ്പർഷിപ്പൊന്നുമില്ല. പൊന്മള നാട്ടുകാരൻ പറ്റിയ സാധനം തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള വലിയ സന്തോഷമുണ്ട്. കിട്ടുന്നവിടെ തന്നെ കിട്ടിയിട്ടുള്ളത് ഉസ്താദ് പറഞ്ഞയച്ചിട്ടാണോ വന്നോ നമുക്കറിയില്ല. അത് പണ്ടുസ്താദ് പറഞ്ഞാണ്. ഞങ്ങൾ പോയിട്ടില്ല, കണ്ടിട്ടില്ല, ബോധ്യപ്പെട്ടിട്ടില്ല. ആ ഒരു പാരമ്പര്യം ആയിക്കോട്ടെ, ഇരിക്കട്ടെ. ഏതായാലും അദ്ദേഹം ചോദിച്ചത് സനദുള്ള ലോകത്ത് ഏതെങ്കിലും ഒരു ഷാ മുബാറക് അദ്ദേഹം എന്താണ് സനദ് കൊണ്ട് അദ്ദേഹം മനസ്സിലാക്കുന്നത് കൂടി ഒന്ന് പറഞ്ഞ് ലക്ഷ്മക്ക് മറുപടി പറയാം. നിങ്ങൾ സനദ് കൊണ്ട് എന്തുദ്ദേശിക്കുന്നു? നിങ്ങൾ ചോദിച്ചല്ലോ, ഇവിടെ ഒരുപാട് നിങ്ങൾ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഷാർ ഹബീബിൽ നിന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വരെ ജാലിയ വാലയിലൂടെ നിങ്ങൾ ലഭിക്കപ്പെട്ടതും അതുപോലെ മറ്റു ഏതെങ്കിലും നിലയിൽ നിങ്ങൾ എങ്ങനെയാണ് സനദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മുതവാത്തിറ ഇവിടെ നിങ്ങൾക്ക് പറയാൻ അർഹതയില്ല, പക്ഷേ സനദാണ് നിങ്ങൾ വായിക്കേണ്ടത്. ഹബീബ് എല്ലാവരും ശബ്ദിച്ചിരിക്കുക. സഹോദര, ഇസ്ലാമിൽ ഒരു കാര്യം സ്ഥിരീകരിക്കാൻ ആവശ്യമായ സനദ് ഞങ്ങൾ 2-3 സനദ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച നിങ്ങളുടെ മുടിക്ക് ഉള്ള സനദ് എന്ന് പറഞ്ഞാൽ ആ മുടി എവിടുന്ന് കിട്ടി, അയാൾക്ക് എവിടുന്ന് കിട്ടി, അയാൾക്ക് എവിടുന്ന് കിട്ടി എന്നുള്ള വ്യക്തമായ രേഖ നിങ്ങൾ ഉദ്ധരിക്കണം. അതൊരു സനദാണ്. അതൊരു സനദാണ്. ആ സനദ് നിങ്ങൾക്ക് വായിക്കാൻ കഴിയില്ല എങ്കിൽ
നിങ്ങൾ അത് റസൂലുള്ളാഹിയുടേതാണ് എന്ന് തെളിയിക്കുന്ന റസൂലിന്റെ ഖുസൂസിയത്തുകളെ കൊണ്ടത് തെളിയിക്കണം. അങ്ങനെ ചരിത്രത്തിൽ തെളിയിച്ചിട്ടുണ്ട്. മഹാനായ ഇമാം ഹാഫിദ് ഉദ്ദബിയുടെ താരീഖുൽ ഇസ്ലാമിൽ ഈ സംഭവം പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവരപ്പെട്ട ആ മുടി അത് കത്തിച്ചു നോക്കിയിട്ട് കത്തില്ല. ആ നിലക്ക് റസൂലിന്റെ ഖുസൂസിയത്ത് അതിൽ ഉണ്ട് എന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടുകൊണ്ട് ആ സനദിലൂടെ അത് ശഅറുൽ മുബാറക്കാണ് എന്ന് ചരിത്രം തെളിയിച്ചിട്ടുണ്ട്. അതൊരു സനദാണ്. കൈമാറ്റ രേഖ എന്ന് പറയുന്നത് ഉസ്സതാണ്. റസൂലിന്റെ ഖുസൂസിയത്ത് കൊണ്ട് നബിയുടേതാണ് തെളിയുക എന്നുള്ളത് മറ്റൊരു അടിസ്ഥാനമാണ്. മൂന്നാമതൊരു അടിസ്ഥാനം ഇതൊക്കെ ഇമാമിങ്ങൾ പറഞ്ഞതാ. ബഹുമാനപ്പെട്ട യൂസുഫ് നബ്ഹാനിയുടെ ജവാഹിറുൽ ബിഹാർ മറിച്ചാൽ കാണാം, കാലങ്ങളായി നൂറ്റാണ്ടുകളായി മുസ്ലിം ഉമ്മത്ത് ഏകോപിച്ച് ഉലമാക്കളും മറ്റുള്ളവരാലും അംഗീകരിച്ചു പോകുന്ന ചരിത്രത്തിന്റെ പിൻബലമുള്ള അസറുകൾ അതൊരു അടിസ്ഥാനമാണ്. ഈ അവസാനമല്ല, അത് ഒരിക്കലും ഹസ്രജിയുടെ മുടിക്കോ നിങ്ങളുടെ മുറബ്ബിയായ ശൈഖായ ജാലാവാലിയുടെ മുടിക്കോ ഒരിക്കലും തന്നെ തെളിയിക്കാൻ സാധ്യമല്ല, തെളിയിച്ചിട്ടില്ല. അപ്പൊ ആ നിലക്ക് നിങ്ങൾക്കത് ചരിത്രപരമായ പാരമ്പര്യം അവകാശപ്പെടാൻ സാധിച്ചിട്ടില്ല. എന്നാൽ അതിന്റെ കൈമാറ്റം നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിയോ? അതും നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ സാധിച്ചില്ല. എങ്കിൽ ഞങ്ങൾ മൂന്നാമതൊരു ഓപ്ഷൻ പറഞ്ഞു, റസൂലിന്റെ ഖുസൂസിയത്ത് കൊണ്ട്, അഥവാ കത്തിച്ചാൽ കത്തുകയില്ല, ഒരു ഖുസൂസിയത്താണ്, ഒരു പ്രത്യേകതയാണ്. അതുപോലെ നിഴലുണ്ടാകുകയില്ല, അത് മറ്റു പ്രത്യേകതയാണ്. ഈച്ച അതിന്മേൽ ഇരിക്കുകയില്ല, തേൽപുരത്തിയാൽ. ഇതൊക്കെ നമ്മുടെ ഇമാമിങ്ങൾ അവരുടെ കിതാബുകളെ രേഖപ്പെടുത്തിയ വിഷയങ്ങളാണ്. ഇങ്ങനെയുള്ള റസൂലിന്റെ മാത്രം പ്രത്യേകമായ ആ ഖുസൂസുകളെ കൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ? സാധിച്ചില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ, ലോകത്ത് റസൂലിന്റേതാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഏതെങ്കിലും ഉണ്ടോ? റസൂലിന്റേതാണെന്ന് വിശ്വസിക്കപ്പെടാൻ പറ്റുന്ന മാനദണ്ഡങ്ങൾ പാലിച്ച പല മുടിയും ലോകത്ത് ഉണ്ട് എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഉണ്ട്. പക്ഷേ നിങ്ങൾ കൊണ്ടുവന്ന മർക്കസിലെ മുടി, കാന്തപുരം കൊണ്ടുവന്ന ആ മുടി, അല്ലെങ്കിൽ ഹസ്രയുടെ കയ്യിലുള്ള ആ മുടി, അയാൾക്ക് കൊടുത്ത ജാലവാലയുടെ കയ്യിലുള്ള മുടി, ആ മുടിക്ക് ഇസ്ലാം നിർദ്ദേശിച്ച ഈ ഓരോ ചൂണ്ടിക്കാണിക്കാൻ നിങ്ങളുടെ ഒരു മുഷാവറക്കും സാധ്യമല്ല, സാധിച്ചിട്ടുമില്ല. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇത് ഞങ്ങൾ രോഷം കൊള്ളുകയല്ല, ഇത് റസൂലിലേക്ക് ചേർക്കപ്പെടുമ്പോൾ പാലിക്കേണ്ടുന്ന മാനദണ്ഡങ്ങൾ ഇസ്ലാമിക ഉമ്മത്ത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് പാലിക്കാൻ കഴിയുമോ? പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. മലപ്പുറത്ത് വെച്ചിട്ട് എന്താ പറഞ്ഞത്? കോഴിക്കോട് വെച്ചിട്ട് എന്താ പറഞ്ഞത്? കാന്തപുരം പറഞ്ഞിട്ടുണ്ട്, അത് തന്നെയാണ് മാനദണ്ഡം. വേറെ ഏതെങ്കിലും മാനദണ്ഡം നിങ്ങൾക്ക്? കാന്തപുരം പറയുക എന്നുള്ളത് ഇസ്ലാമിലൊരു മാനദണ്ഡമാണോ? ആണോ? എന്നാൽ ഇസ്ലാമിലുള്ള മാനദണ്ഡം കാലങ്ങളായിട്ട് അംഗീകൃതമായി പോരുക, അതൊരു മാനദണ്ഡമാണ്. ഇമാം യൂസുഫ് നബ്ഹാനി തന്റെ ജവാഹിറുൽ ബിഹാറിലെ കാര്യം പറഞ്ഞിട്ടുണ്ട്. സനദിലൂടെ രേഖപ്പെടുത്തി പോരുക, അത് മാനദണ്ഡമാണ്. ഖുസൂസിയത്തുകളെ കൊണ്ട് തെളിയിക്കുക, അത് വേറൊരു മാനദണ്ഡമാണ്. ഇതിലേതു മാനദണ്ഡമാണ് മർക്കസിലെത്തിക്കുന്നത്? ഒരൊറ്റ മാനദണ്ഡവുമില്ല. അതാണ് നമുക്ക് പറയാനുള്ളത്. പ്രിയ സുഹൃത്തുക്കളെ, ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ഈ ചോദിക്കുന്നത് കൊണ്ട് നിങ്ങൾ ആരും ഒച്ചുണ്ടാകേണ്ട കാര്യമില്ല. പിന്നെ ഉസ്താദിനോട് ചോദിക്കുന്നത്, ഞാൻ ചോദിച്ചല്ലോ ഏതെങ്കിലും എവിടെയെങ്കിലും, ഞാൻ അതൊന്നും ചോദിച്ചില്ല. നിങ്ങൾ എവിടെയെങ്കിലും ശ്വസിക്കുന്നതുണ്ടോ എന്നല്ല ചോദിച്ചു. ഏതെങ്കിലും ഒരു സനദ് ഇവിടെ നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞു ബഹുമാനപ്പെട്ട റഹ്മത്തുള്ളാ ഖാസിമി 25,000 രൂപ ഒരു കുപ്പിക്ക് വെച്ച് 2 കുപ്പിക്ക് വിറ്റ സനദ് ചോദിച്ചിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ സുല്ലൂരക്കയാക്കിയ സനദ് ചോദിച്ചിട്ടില്ല. പച്ചക്കളവ് പറയുന്നു. ഈ ആയിരങ്ങൾ മുമ്പിൽ കളവ് പറയാനില്ല. കാസിം ഉസ്താദ് മുടിയുടെ വീട്ടവർ വിറ്റ് ഇല്ല. ആര് പറഞ്ഞു വിറ്റു? എവിടെയാ വിറ്റത്? കാസിം ഉസ്താദ് ഒരു മുടിയുടെ വെള്ളം വിറ്റതായി തെളിയിക്കാൻ ആർക്കെങ്കിലും സാധിക്കില്ല. അങ്ങനെ ഒരു സംഭവമല്ല, കളവാണ് സഹോദര. അത് കളവാണ്. സ്നേഹബുദ്ധി ഓർമ്മപ്പെടുത്തട്ടെ, മുടി വിറ്റില്ല. നിങ്ങൾ പറയുന്നത് പോലെ ലേലം വിളിച്ചിട്ടില്ല. അപ്പൊ നുണ പറയാൻ പറ്റില്ല ഇല്ല കേട്ടോ. അപ്പൊ അതാദ്യം തന്നെ തിരുത്തണം.
അപ്പൊ നിങ്ങൾ നുണ പറയാതെ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം ചോദിക്കും. ഉസ്താദെ, അങ്ങനെ ഈ റഹ്മത്തുള്ളാഹി കാസിമി ലേലം വിളിച്ചിരുന്നു. ബാവാട് ഉസ്താദിന്റെ അടുക്കിൽ നിന്ന് ദാറുൽ ഫുർഖാനിലേക്ക് 25,000 രൂപ സംഭാവന ചെയ്താൽ ഈ പൈസ ഷേറെ മുബാറക് ഇട്ടവൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. അതിന്റെ അർത്ഥം എന്താണ്? പറയാം, അതിന്റെ അർത്ഥം പറയാം. അത് ലേലം വിളിയല്ല, അത് വിൽപ്പനമല്ല. ദാറുൽ ഫുർഖാനിന് 25,000 കൊടുക്കാൻ തയ്യാറുള്ളവർക്ക് ഇത് തരാം എന്നൊരു വാഗ്ദാനം മാത്രമാണ്. വാഗ്ദാനത്തിന് ഇസ്ലാമിൽ ലേലം വിളി എന്ന് പറയില്ല, അതിൽ വിൽപ്പന എന്ന് പറയില്ല. ഇത് ആർക്കൊക്കെ പേച്ചിക്കണറിയോ? നിങ്ങൾക്കല്ല. കാന്തപുരം മുസ്ലിയൊക്കെ വെച്ചിട്ട് ഏതൊന്നും പേച്ചിട്ടുണ്ട്. അവരൊക്കെ മനസ്സിലാക്കിയത് എന്താ? ഇത് വിൽപ്പന, ഇത് കച്ചവടമാണ്. ദാറുൽ ഫുർഖാനിന് 25,000 രൂപ കൊടുക്കുന്നവർക്ക് ഇത് നൽകാം വാവാട് ഉസ്താദിലൂടെ. ദാറുൽ ഖുർആനിന് 25,000 രൂപ സംഭാവന ചെയ്യുന്നവർക്ക് ഈ വെള്ളം നൽകാം. ഇതിനെന്താ? ഇതിന് വാഗ്ദാനം പറയാം. അത് സംഭാവനയാണ്. സംഭാവന നൽകുന്നവർക്ക് നൽകാം. സംഭാവന അതുപോലെ ഈ വിഷയം ഇത് ക്ലിയർ ചെയ്യണം. ഇത് വിൽപ്പനമല്ല, ലേലം വിളിയുമല്ല, സംഭാവന നൽകുന്നവർ തരുന്നതെന്ന വാഗ്ദാനമാണെന്ന കാര്യങ്ങൾക്ക് ബോധ്യപ്പെട്ടോ? അങ്ങനെയാണെങ്കിൽ ഉസ്താദ് പറയുന്നത് അതാണെങ്കിൽ ഒരു കാര്യം കൂടി ഉസ്താദ് അവിടെ ചോദിക്കണം. ഇതോ ചോദിക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞേക്കാം. ഇത് അതിന്റെ സനദല്ലേ ഞങ്ങൾ ചോദിച്ചുള്ളത്. ഒന്നിന്റെ സനദ് ഏതെങ്കിലും ഒരു ലോകത്ത് എവിടെയെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ ഹബീബിന്റെ ഷേറെ മുബാറക എന്ന് അംഗീകരിക്കപ്പെടുന്ന ഒരു സ്വരേ അങ്ങ് ഉസ്താദ് ഇവിടെ ജനമുമ്പിലൊന്ന് വായിക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. സഹോദര, ഞങ്ങളല്ലല്ലോ മുടി കൊണ്ടുവന്നത്. ആരാണോ മുടിയുടെ ആള് അയാളാണ് സനത് വായിക്കേണ്ടത്. കാന്തപുരമാണ് സനത് വായിക്കുന്നത്. കാരണം അയാളാണ് മുടി കൊണ്ടുവന്നിട്ടുള്ളത്. ഞങ്ങളാരും ഞങ്ങളുടെ കയ്യിൽ മുടി ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ബഹുമാനപ്പെട്ട ആസിം ഉസ്താദ് കൊണ്ടുവന്നത് വേലൂരിലുള്ള മുടിയിട്ട വെള്ളമാണ്. അതിന് വ്യക്തമായ സനതുണ്ട് എന്നുള്ളത് ഞങ്ങളല്ല, നിങ്ങൾ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. തർക്കമല്ലല്ലോ, തർക്കമില്ലാത്ത വിഷയമല്ലേ. എന്റെ കയ്യിലുള്ളത് ഏതാറിയോ? 2 സ്ഥലം ഭിന്നിക്കുന്നതിന് മുമ്പ്, നിങ്ങൾ സമസ്തയിൽ ഇറങ്ങിപ്പോയതിന് മുമ്പുള്ള, അല്ലെങ്കിൽ നിങ്ങൾ പുറത്താക്കുന്നതിന് മുമ്പുള്ള 1964 ഓഗസ്റ്റ് മാസം 17-ാം തീയതി ഇറങ്ങിയ സുന്നി ടൈംസാണിത്. അതും ഞാൻ പേരോണ്ട് തന്നെയല്ലോ എന്നതുപോലെ മിന്നുകയാണ്. 1964 ഓഗസ്റ്റ് മാസം 17-ാം തീയതി പ്രസിദ്ധീകരിച്ച അന്നത്തെ കണ്ണിയത്ത് ഉസ്താദ് ശംസുൽ ഉലമ കുട്ടി മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയവരൊക്കെ കേരളത്തിൽ ജീവിച്ചിരിപ്പുള്ള കാലത്ത്, ബഹുമാനപ്പെട്ട കോട്ടുമുൽ ഉസ്താദുകളുടെ കാലത്ത് അവരെല്ലാവരും പരിശോധിച്ച് പുറത്തിറക്കിയ, അവരെല്ലാവരും വായിച്ചു നോക്കിയ സുന്നി ടൈംസ്. ആ സുന്നി ടൈംസ് പറയാണ് എന്താ പറഞ്ഞത്? വെല്ലൂരിലും അത് എത്തിച്ചേർന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിഞ്ഞത് പിന്തമുറകളായ നമുക്ക് ലോകഗുരുവിന്റെ വിശുദ്ധാവശിഷ്ടനെങ്കിലും സന്ദർശിക്കുവാനുള്ള സൗഭാഗ്യം ലഭിക്കുവാൻ ഇടയാക്കിയ അവരുടെ ഈ പ്രവർത്തനങ്ങൾക്ക് നാം അവരോട് കടപ്പെട്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ സൂക്ഷിക്കുന്ന ആളുടെ പ്രസ്തുത കേശം വന്നുയർന്ന സനദും ഇവരുടെ വശം സൂക്ഷിച്ചിരുന്നുണ്ട്. 1960 ടൈംസിൽ അന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അന്ന് ആർക്കും തക്കല്ലല്ലോ. പിന്നെ ഇപ്പൊ ഈ ചോദ്യത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? രണ്ടാമതായിട്ട് വേലൂരിലുള്ള മുടി എന്ന് പറഞ്ഞ നൂറ്റാണ്ടുകളായിട്ട് ബഹുമാനപ്പെട്ട ഉലമാക്കളും അരിസീങ്ങളും സഹദാത്യങ്ങളും മശായിഖുമാരും ഔലിയാക്കളും ഒക്കെ അംഗീകരിച്ചു പോകുന്നു എന്നത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ. ആ സനന്താകലോടുകൂടി അതിന്റെ സനത് ഞാൻ വെല്ലൂരത്തെ സ്ഥലമല്ലല്ലോ ഉസ്താദെ ചോദിച്ചത്. ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് വീണ്ടും വീണ്ടെടുക്കൂ. ഇനി മനപ്പുറത്ത് ചോദിക്കും, ലോകത്ത് എവിടെയെങ്കിലും ഞങ്ങൾക്ക് നാളെ അവിടെ പോയിട്ട് കുടിക്കണ്ടേ? വെല്ലൂര് ലോകത്തിന്റെ പുറത്താ. ഏതായാലും പൊന്മള നാട്ടുകാരാണ് അവർക്ക് എല്ലാ സിഫത്തും ഉണ്ട്. വെല്ലൂരത്തെ സനത് വായിച്ചു. റഹ്മത്തുള്ളാഹി കാസിമിന്റെ കാര്യം പറഞ്ഞു. ഞങ്ങൾ ശരിക്കൂടെ സനത് വായിച്ചു. ഈ പേര് മിന്നുപോലെ മിന്നി പോകല്ലേത് ശരിക്ക് വായിച്ചു കൊടുത്തു. ആ പരമ്പര ഇനി നിങ്ങൾക്ക് തർക്കണ്ടി പറയും. വെല്ലൂരിലെ മുടി ശരിയാണ് നിങ്ങൾ പറയും. ഞങ്ങൾ അപ്പം കൊണ്ടുവരാം. വെല്ലൂര് ലോകത്തല്ലേ ആ സനതന്നെ വായിച്ചത്?
കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം 1962 ഇവിടെ എല്ലാവരും 1964 എല്ലാവരും ബോധിച്ചിരിക്കുന്ന സമയത്തുള്ള സുന്നി ടൈംസ് ആണ് അല്ലെങ്കിൽ അല്ല എന്ന് പറയും. അപ്പൊ അതിനാ പടപ്പേ സനദ് ആദ്യം എന്താണ് പറഞ്ഞത്? സനദ് നിങ്ങൾ ശ്രമിക്കുക. ഉസ്താദ് പണ്ട് പഠിപ്പിച്ചിട്ട് അസ്നാദ് അതാണ് സനദ്. അതങ്ങൾക്ക് പറ്റിയ പിഴവ്. അതാ ഞങ്ങൾ ചോദിച്ച ചോദ്യം എന്താ? ഞങ്ങളത് പഠിച്ചിട്ടാ വന്നിട്ടുള്ളത്. ഞങ്ങൾ ആദ്യം ചോദിച്ചെന്താ എന്താ സനദെന്ന് ചോദിച്ച ചോദിച്ചല്ലോ. ഇതൊക്കെ എന്തുകൊണ്ടാണ് പറയാം. നമ്മള് അല്ലല്ല അവിടേക്ക് കുഴപ്പമില്ല. നമ്മള് സനദ് നമ്മൾ പറഞ്ഞു, സനദും സിൽസിലും തിരിച്ചറിയ കുഴപ്പമാണ്. നമ്മളെ താമസങ്ങൾക്കറിയാലോ. ഈ മുടിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ എന്താ പറയുന്നത്? അടിസ്ഥാനം സ്ഥിരപ്പെടുന്നതുവരെ എന്നാ സനദ് വാക്കെന്ന് പറയണ്ടേ? മാ യുസ്തദു അലൈഹിന് അവലംബിക്കപ്പെടാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്ന്. എന്റെ കൈ പൂങ്കാവൻ മാസികയുണ്ട്. ആ പൂങ്കാവൻ മാസികയിൽ ഒരു മുടിയെക്കുറിച്ച് വിഷയം വന്നപ്പോ എന്താ ചെയ്തത്? കത്തി നോക്കുകയാണ് ചെയ്തത്. മാത്രമല്ല ഞാൻ എത്തിച്ചേരാം. അപ്പോൾ സമാധാനമുള്ളൂ. അപ്പോഴേക്ക് ഒന്നൊരു സമാധാനമായിക്കോട്ടെ. പൂർവ്വകാലത്ത് ഒരു മുടിയെക്കുറിച്ച് തർക്കം വന്നു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശമാണോ അല്ലേ എന്ന് തർക്കം വന്നപ്പോ ആ കാലഘട്ടത്തിൽ വിഷയം കോടതിയിലെത്തി. ഇന്ന് കോടതിയിലെത്തിയതുപോലെ ഇന്ന് കോടതിയല്ലോ. പേരോട് കുറ്റിയാനും പൂനൂരിനെ കൊച്ചിക്കട്. നിങ്ങൾക്ക് ഗവൺമെന്റിൽ എന്ത് സ്വാധീനമാണുള്ളത്? കണ്ടില്ലേ? സ്വാധീനം കണ്ടില്ലേ? ഞങ്ങൾ അപ്പടിയൊക്കെ തിരിച്ചു കൊടുപ്പിക്കലാണ്. ഇനി കേട്ടോ, കോടതിയിൽ എന്ത് വന്നു? അപ്പോൾ അങ്ങ് തട്ടകടത്തിലെ ആലിമീങ്ങൾ എന്ത് ചെയ്തത്? കോടതിയോട് പറഞ്ഞു, കോടതി ആ മുസ്ലിങ്ങൾക്ക് തരണം, തിരികശം തരണം, ഞങ്ങൾക്കിത് റസൂലുള്ളാഹിന്റെ ആവോ അല്ലേ എന്ന് നോക്കാനാണ്. കോടതി ചോദിച്ചു എങ്ങനെ നോക്കാം? അപ്പൊ അദ്ദേഹം പറയുന്നു, അക്കാലത്ത് ആലിമീങ്ങൾ പറഞ്ഞു ടോർച്ചൊന്ന് നീക്കി നോക്കും. കണ്ടോ, ഞങ്ങൾക്കൊരു ടെസ്റ്റ് വേണം. ബഹുമാനപ്പെട്ട കോടതി അവരോട് ചോദിച്ചു, എങ്ങനെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യും? അവർ പറഞ്ഞു, ആ തന്നാൽ ഞങ്ങളാ മുടിയിലേക്ക് ഓർച്ചു നിൽക്കിയാൽ അതിനഴൽ വരുമോ ഇല്ലോ? അതിന് നിഴലുണ്ടെങ്കിൽ അത് മുഹമ്മദ് നബിയുടെ മുടിയല്ല. അതിന് നിഴല് വരുന്നുണ്ടോ? അത് മുഹമ്മദ് നബിയുടെ മുടിയല്ല. നിഴല് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോഴേ ഞങ്ങൾക്കും സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. ധാരാ പറയുന്നത് നിങ്ങൾ അറിയപ്പെട്ട ഭാഷകൻ അബ്ദുൽ ഖാദർ ഹസനി മംബീദി. അതൊന്ന് കാക്കിന് കേട്ടോ, അത് ചോദിക്കുന്ന അവസരം ഒരുപാട് ചോദിക്കുന്ന അവസരം ഒരു ബാക്കി ബഹുമാനപ്പെട്ട കോടതി അവരോട് ചോദിച്ചു, എങ്ങനെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യും? അവർ പറഞ്ഞു, ആ മുടി തന്നാൽ ഞങ്ങൾ ആ മുടിയേക്ക് ടോർത്ത് നിൽക്കിയാൽ അതിന് നിഴല് വരുമോ ഇല്ലോ? അതിന് നിഴലുണ്ടെങ്കിൽ അത് മുഹമ്മദ് നബിയുടെ മുടിയല്ല. അതിന് നിഴല് വരുന്നുണ്ടോ? അത് മുഹമ്മദ് നബിയുടെ മുടിയല്ല. നിഴൽ ഇല്ലെങ്കിലേ ഞങ്ങൾക്കത് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. അവര് ഉണ്ടോ? അപ്പോഴേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഇതല്ലേ നമ്മളും പറഞ്ഞുള്ളൂ. ഞാൻ മറ്റും ഞങ്ങൾ പറഞ്ഞു ഒത്തിച്ചു നോക്കാം. കാന്തപുരം പറഞ്ഞല്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശമാണെങ്കിൽ കത്തിച്ചാൽ കത്തുകയില്ല. ഒന്നിരിക്കും നിൽക്കും, നിങ്ങൾക്ക് അവസരം തരാം, ഒന്ന് കേട്ടിട്ട് നിങ്ങൾ കേട്ടു. നിങ്ങളിപ്പോ അങ്ങനെ വൈക്കുമ്പോക്കെ കാര്യം നടക്കാം. നിങ്ങൾ വെറും മുൻഗണനക്കീറും നമ്മള് പറ്റൂല. നിങ്ങൾ പറഞ്ഞ് കേൾക്കാൻ തയ്യാണോ? ദർശ പരിപാടിച്ചിട്ടാ മുഖാമുഖാണ്. ഇത് നമ്മളെ നാടകീയല്ല. അതാ ഞങ്ങൾ സ്ഥലം പറയിപ്പിച്ചെന്നറിയോ? നിങ്ങളെ വേദനിപ്പിക്കാനല്ല. നാളെ എന്ത് പറയരുത്, അത് SKS വരെ പരിപാടി വെച്ചു, ആരെ ഒരാൾ കൊണ്ടുവന്നു ഒപ്പിച്ചു മുഖാമുഖാണ്. അത് ഞങ്ങളുടെ തന്നെ, അത് അപ്പുറത്താണ്. ഇത് ശരിയായ മുഖാമുഖാണ്. ഉസ്താദ് പറയട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുടിയാണെങ്കിൽ കത്തിച്ചാൽ കത്തും. അതാ പറയട്ടുള്ളൂ. കത്തിച്ചാൽ കത്തുകയില്ലെന്നത് തീർച്ച. പക്ഷെ അത് കത്തിച്ചു നോക്കാൻ പാടില്ലെന്നാണ് ഞങ്ങൾ മതത്തിൽ വിശ്വസിച്ചിട്ടുള്ളത്. കത്തിച്ചാൽ കത്തുകയില്ലെന്നുള്ളത് തീർച്ച. പക്ഷെ കത്തിച്ചു നോക്കാൻ പാടില്ലെന്നാണ് മതത്തിൽ അഭിനയമാണ്. കാരണം കത്തിക്കാൻ പറഞ്ഞാൽ, കത്തിച്ചാൽ ഹംസാക്ക പറഞ്ഞായിരിക്കും ആ മുഴുവൻ കഥ പോകും. ഇദ്ദേഹം അവതാരിക പുസ്തകമില്ലേ? സാക്ഷാൽ കാന്തപുരം അവതാരിക പുസ്തകമില്ലേ? ആ പുസ്തകത്തിൽ എന്താ പറയുന്നത്? അദ്ദേഹം അവതാരിക പുസ്തകത്തിൽ തന്നെ തുറന്നു പറയുന്നു,
എന്താ പറയുന്നത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശം അഗ്നിക്കിരയാവില്ല. തിരുകേശം മഹത്വവും വർത്തമാനം എന്നുള്ള പുസ്തകം ആരാണ് അവതാരിക എഴുതിയത്? സാക്ഷാൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരാണ്. അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ തന്നെ അക്കാര്യം പറയുന്നുണ്ട്. അപ്പൊ കത്തിച്ചു നോക്കലൊരു രീതി, തോർത്തി നോക്കലൊരു രീതി, ഈ ഏതെങ്കിലും രീതിക്ക് ആ നിലക്കുള്ള അവലംബിക്കപ്പെടാൻ പറ്റുന്ന ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കാട്ടിരാണോ ഞാൻ ചോദിച്ചത്. പക്ഷെ ഇപ്പൊ പൊന്മുള ചെയ്തറിയങ്ങള് ഇപ്പൊ പൊന്മുളയിൽ തട്ടിപ്പൊപ്പിച്ചു. പൊന്മുള പറഞ്ഞു കത്തിച്ചാൽ കത്തുകയില്ല എന്നുള്ളത് കാന്തപുരത്തിന്റെ സ്വന്തം അഭിപ്രായമാണ്. നിങ്ങളെ നാട്ടിൽ തന്നെ മനസ്സിലേ? ഞാൻ മറന്നതാണ് ഉത്തര നാട്ടിലെ നല്ലത്. പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറയാണ് കത്തിച്ചാൽ കത്തുകയില്ല എന്നുള്ളത് കാന്തപുരം പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്കതിനോട് യോജിപ്പില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി നിങ്ങള്. പിന്നെയോ കത്തിച്ചാൽ കത്തുക എന്ന് ചെയ്യും. മൊയ്ജിസത്ത് അദ്ദേഹം പറയണേ അത് ഖുർആനെ കാലാകാലം സൃഷ്ടിക്കുന്നതുള്ളൂ, ബാക്കിയുള്ളതൊക്കെ റസൂലുള്ളാഹിന്റെ വഫാത്തോടുകൂടെ കഴിഞ്ഞു. എന്താണ് പറഞ്ഞ അദ്ദേഹം ഒന്ന് പറയട്ടെ. ഓഡിയോ ശബ്ദമാണ്, ജിസ്നാൻ മാഹിയുമായിട്ടുള്ള സംസാരമാണ്. നേരത്തെ ഒന്നും ഇടാൻ മേലാത്തവരാണ്. നിങ്ങൾ വന്നിട്ട് വലിയ സന്തോഷം നമുക്ക് വന്ന് കേട്ടോ. അല്ലാൻ നോക്കാൻ കാരണം വെച്ചാൽ പിന്നെ എ പി ഉസ്താദ് അടക്കം പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറ മുബാറക് കത്തൂലാന്ന് എ പി ഉസ്താദ് അടക്കം പറഞ്ഞു. എ പി ഉസ്താദ് പരസ്യമായിട്ട് പത്രസമ്മേളനത്തിൽ പറഞ്ഞില്ല തിരുകേശം കത്തുകയില്ല, പക്ഷെ കത്തിക്കാൻ പാടില്ല എന്നല്ലേ. ഞാനത് പേരിൽ പാർട്ടി ഓതിയിട്ട് തന്നെ ഞാൻ കത്തിച്ചു, അത് കത്തി. ഫാത്തിഹ സൂറത്തൊക്കെ ഓടി ഞാൻ കത്തിച്ച, പക്ഷെ കത്തിച്ച്. അപ്പൊ പൊന്മുള പറയാണ് നാട്ടുകാരിൽ എ പി ഉസ്താദിന്റെ ആ വാക്കോട് എനിക്ക് യോജിപ്പില്ല. അല്ല നിങ്ങൾ ഏത് ഗ്രൂപ്പിലെ വിടാ? എ പി ഉസ്താദ് നിങ്ങൾ ഒന്നും ഓക്കെ നിങ്ങൾ പൊന്മുള സ്ഥാന ഗ്രൂപ്പാണോ ഏത് സ്ഥാനം വരുന്ന വിഷയത്തില്? നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തില്ല, ഗ്രൂപ്പ് ഏതാ? പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാർ വരൂ അത് കത്തിച്ചാൽ കത്തുകയില്ല എന്നുള്ള കവലത്തിന്റെ അടിത്തോട് എനിക്ക് യോജിപ്പില്ല. എന്തുകൊണ്ട് പറയട്ടെ? പിന്നെ അത് വഫാത്തിന് ശേഷം വഫാത്തിന് ശേഷം ബഹുമാനം സുയാമ് വരെ നിൽക്കണം. കണ്ണുകൾ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നത് ഖുർആൻ മാത്രമല്ലോ. ഇതാണോ സുന്നത്തുജമാഅത്തിന്റെ കാഴ്ചപ്പാടെന്താ? ഞാൻ വായിക്കാം മഹാന്മാരായ പണ്ഡിതന്മാരെ കുറിച്ച് പറയുന്ന വൽകറാമാത്തു വാഖിഅത്തുൻ മിൻഹും മുഅ്ജിസാത്തുൻ ഹാസഹാ മിൻ നവാലിൽ ഔലിയാ മിൻ മുഅ്ജിസാതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി മുഅ്ജിസാത്തിൽ പെട്ടതാണ് അൽ മുതദജ്ജിറത്തു ദാഇമത്തു അയ്ളൻ മാ യഖഉൽ മുതവസ്സിലീന ബിഹി മിൻ ഖവാരിഖിൽ ആദാ ബിസബിഹി മിമ്മാ ലാ യഹ്സാ. ആരന്മാരായ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തുന്ന നിങ്ങൾ മരണപ്പെട്ടുപോയ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് ശേഷിക്കുന്ന ഖുർആൻ മാത്രമല്ല. നമ്മൾ ഇന്ന് നബിയോട് വിളിച്ച് സഹായം നേടിക്കഴിഞ്ഞാൽ ഒരു നമ്മൾ സഹായിക്കുന്നു. നബിയെ തവസ്സുലാക്കി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു അല്ലേ? ഇതൊക്കെ റസൂലുള്ളാഹി വഫാത്തിന് ശേഷമുള്ള മുഅ്ജിസത്താണ്. പ്രത്യേകം ആരാ പറയുന്നത്? ഭക്തരായ പണ്ഡിതന്മാർ കിഴിഞ്ഞില്ല. നോക്കുങ്ങൾ നബിയുടെ മുഅ്ജിസത്താണ്. അത് കാലാകാലം ശേഷിക്കും. അതോടൊപ്പം തന്നെ ഖുർആൻ അല്ലാത്തതും റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ശേഷിക്കുമെന്ന് ലോകത്ത് കഴിഞ്ഞുപോയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുമ്പോ ഈ പാവ സഹോദരന്റെ നാട്ടായ ഇവിടെ മുഫ്തിൽ ആനമായ പന്മർദാറും വരുന്നു മരണത്തിന്റെ കഴിവില്ല. റസൂലുള്ളാഹിന്റെ മുടിക്കുന്ന ഒരു പ്രത്യേകതല്ല. പിന്നെ എന്തിനാ കൂട്ടരെ? ഞാൻ ഒന്നും പറയുന്നില്ല. പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാർ സ്വന്തം ഉമാക്ക് വഫാത്തിന്റെ സമയത്ത് ആ മുടിയിട്ട വെള്ളം എന്തിനു കൊടുത്തു? മുടിക്ക് പ്രത്യേകത അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ വഫാത്തോടെ ആ പ്രത്യേകതകൾ അവസാനിച്ചെങ്കിൽ എന്തിനാ ഞാൻ മുടിയിട്ട വെള്ളം കൊടുത്തത്? കൊടുക്കാൻ പാടില്ല. പറയട്ടെ, അല്ല പറഞ്ഞിട്ടുണ്ട്. എന്നാലും നാളെ പറയാൻ അറിയോ? ഞങ്ങൾക്ക് അവസരം തന്നില്ല. അതെ, ഇപ്പോഴും ഞാൻ നിങ്ങൾ സുന്നി വയസ്സ് വായിച്ചു. ഞാൻ ചോദിക്കുന്ന സനത് നിങ്ങൾ സുന്നി വയസ്സ് പ്രകാരത്തിൽ അത് വിശ്വസിക്കുന്നവർക്ക് അതാണ് ഹബീബിൽ നിന്ന് ആ വെല്ലൂരിൽ ബാഖിയാത്തു സ്വാലിഹാത്തിൽ വെല്ലൂരിൽ നിന്ന് ഹബീബാഹി നബി മുതൽ അവിടുത്തെ ബാഖിയാത്തു സ്വാലിഹാത്തിൽ ആരുവരെ കിട്ടി എന്നുള്ള ഒരു 10-40 പേരുടെ ആളുടെ പേര് വായിക്കാൻ ഇത്ര പ്രയാസമില്ലല്ലോ. അതാണ് ഞാൻ ചോദിക്കുന്നത് സാറേ. ഈ സനതാകുമ്പോ അതിന്റെ ഇതില്ലേ? അതാ ചോദിച്ചു. ഈ പാവത്തിന് ഇപ്പോഴും സനത് എന്താന്ന് മനസ്സിലായില്ല. നമ്മൾ പറഞ്ഞു സഹോദര സനത് എന്താണ്?
നിങ്ങൾ സ്ഥാനധാരണ നേതൃത്വത്തിലാക്കി ഉസ്താദിന്റെ ഷെയ്ഖ് മുറബ്ബിയുമായ ഖുത്ബുൽ ആലം പിന്നാണ് വലിയ മുഹമ്മദ് ഇക്ബാൽ ജാലിവാന് കൊടുത്തു, അദ്ദേഹത്തിന് ആൾ കൊടുത്തു, ഈ പറച്ചിൽ മാത്രം സ്ഥാനത്തിന് താങ്കൾ തെറ്റിപ്പോയി. അതാണ് പറ്റിയത്. അതാണ് ഉസ്താദ് ഇന്നമദ്ദീൻ പറഞ്ഞ അന്തം വിട്ടുപോയതാണ്. കാര്യം ഞങ്ങൾ ഉത്തരവാദികളല്ല. അതാണ് ഞങ്ങൾ ചോദിച്ചത്. സ്ഥാനത്ത് നിങ്ങൾക്ക് എന്താണെന്നറിയോ? നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കി മൈക്ക് കൊടുക്കും മുമ്പ് പറയട്ടെ. പറയട്ടെ. നിങ്ങൾ ചോദിക്കാർ മറുവിഭാഗം സുന്നികൾ നിങ്ങൾ ചോദിക്കാറ് അങ്ങനെ അവർ വായിച്ചത് അത് സനദല്ല എന്ന് പറയുമ്പോ ഇതിന്റെ സനത് ഇങ്ങനെ നിങ്ങൾക്ക് വായിച്ചുകൂടെ എന്നല്ലവരോട് ചോദിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കാമെന്നും അവർക്ക് ഇങ്ങനെ ചോദിക്കാൻ പാടില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാൻ പാടില്ലല്ലോ. നമ്മൾ തന്നെ പറഞ്ഞിട്ടില്ല ആര് കൊടുത്തു, അദ്ദേഹത്തിന് ആര് കൊടുത്തു, അദ്ദേഹത്തിന് അത് തന്നെ പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ കത്തിക്കുന്ന കാര്യം പറഞ്ഞ ആവശ്യമില്ലല്ലോ. നമ്മുടെ പറഞ്ഞ ഒരു രീതി, അല്ലെങ്കിൽ കത്തിക്കുന്ന രീതി, അല്ലെങ്കിൽ നേരത്തെ മുമ്പീതുവരെ ടോർച്ചെടുക്കുന്ന രീതി, ഇതിൽ ഏതെങ്കിലും ഒന്നായാൽ മതി അവലംബിക്കപ്പെടാൻ പറ്റുന്ന ഇങ്ങോട്ട് നോക്കി അങ്ങനെ അപ്പോഴല്ലേ ഇത് ശരിയാവുള്ളൂ. ഇതിൽ ഏത് രീതിയിൽ തന്നെ മാത്രമല്ല വെല്ലുവിളിച്ച് പറഞ്ഞ അവിടം വരെയുള്ള സനത് അവിടെ സൂക്ഷിച്ചു വരുന്നെന്ന് നിങ്ങളും ഒറ്റിരിക്കുന്ന സമയത്ത് വെച്ചതാണ്. ഇനി അഭിപ്രായം നിങ്ങൾ പറയുന്നത് ശരിയല്ലാന്ന് പറഞ്ഞോ. നമ്മൾ എസ്കേസുകാരാണ്, ആരും ഉണ്ടരുത്. ഇവിടെ ഉസ്താദുമാരുണ്ട്, നല്ല വെണ്ടർമാരുണ്ട്, കൈകാര്യം ചെയ്തു വരുന്ന ആരും ഉണ്ടരുത്. പിന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ പിന്നെ ഒരു മുറിയുണ്ട്, പൊട്ടിയിട്ട് ചോര വന്നിട്ടുണ്ട്. അതിനിപ്പോ പറഞ്ഞറിയോ, അത് 49 തുണിയിൽ ചോര ഇട്ടുന്നതാണ്. എന്ത് പറയും, എസ്കേസിന്റെ വേദി പോയിട്ട് ഒക്കെ മുട്ടിയും പറയും. അത് പണ്ടാച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ 4 പേരും ആരോ പറഞ്ഞ ആദ്യമുള്ള മുറി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറയില്ല, നിങ്ങൾ പറഞ്ഞതാണ് നിങ്ങൾ പ്രവർത്തകരോട്. അല്ല അതെ നിങ്ങൾ അങ്ങനെ പറയും. പക്ഷെ അപ്പുറത്ത് ചിലപ്പോൾ ക്യാമറ എടുക്കുന്ന ആൾക്കാരുണ്ടാവും. ഈ രക്തരും ക്യാമറ എടുക്കുക. നിങ്ങളുടെ വോയിസ് കേസിന്റെ വേദിയിൽ പോയിട്ട് ഞങ്ങളെ പുറത്താക്രമിച്ചു, താൻ ഇത് SOS, നിങ്ങളെ SOSF അല്ല SKSF ആണ്. ഒരു പ്രശ്നം കൊടുക്കും. നമ്മൾ പ്രവർത്തകന്മാർ അദ്ദേഹത്തെ കൂടും. ഒരു പ്രയാസം ഉണ്ടാവരുത്, ആരും ബുദ്ധിമുട്ടിക്കരുത്. കൊണ്ട് ഒന്നും പറയുന്നില്ല. വിൽക്കാൻ്റെ ഒപ്പം ആരും ഇങ്ങോട്ട് ഒന്നും ചെയ്യരുത്. എല്ലാവരും ഒന്ന് സഹകരിക്കും. ഇരിക്കണം. അസ്സലാമു അലൈക്കും. എന്റെ പേര് അൽ റഫീഖ്. ഞാൻ വരുന്നത് പെരുവള്ളൂർ സിദ്ദീഖാബാദ് എന്ന സ്ഥലത്താണ്. നമ്മളെ അടുത്ത അയൽവാസികൾ മുമ്പത്തെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ബാപ്പുത്തങ്ങളെ മക്കളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും സുപരിതരാണ്. ഞാൻ SSFകാരനോ SKSFകാരനോ അല്ല, ചെറിയൊരു മുജാഹിദ് ആദർശക്കാരനാണ്. അത് 8 ഗ്രൂപ്പായതോട് ഉസ്താദിനോടിയത് ആ ആശയം മാത്രമേ ഒരു ഗ്രൂപ്പ് എന്റെ കയ്യിലില്ല. അവിടെ ഞാൻ ആദ്യം പറയാം, അത് 2 ഗ്രൂപ്പായെന്ന വിട്ട ആൾ. പിന്നെ SKSF പോലപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനും എന്നും ഒരുപാട് സ്വീകരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അവിടെ നമ്മുടെ ഉസ്താദിന്റെ കബറ് സിയാറത്ത് ചെയ്തൊരു മനുഷ്യനാണ്. അപ്പൊ ഇനി അത് ആർക്കും ആശയക്കുഴപ്പം വേണമെന്നുള്ളതൊക്കെ ഞാൻ പറയാം. എനിക്ക് ചോദിക്കാനുള്ള, ഞാൻ ഈ വിഷയത്തിൽ എപ്പോഴും 2 കൂട്ടരുമായിട്ട് സംസാരിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാനിപ്പോൾ അവരെന്നോട് ചോദിച്ചൊരു ചോദ്യം, അതായത് ഇപ്പൊ മറ്റൊരാൾ ചോദിച്ചാൽ വലിയ കാര്യം. അപ്പൊ എനിക്ക് നിങ്ങൾ പറഞ്ഞ പോലെ 2 കൂട്ടരും നിന്നപ്പം തെറ്റാണെങ്കിൽ ശരിയായതൊരു അഭിപ്രായമല്ല. ഉസ്താദ് കത്തിക്കാനോ ഇവരെന്നോട് ചോദിച്ച ചോദ്യം ഇപ്പറില്ലാത്തതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് വെള്ളൂരിലെ മുടി കത്തിക്കാൻ EK വിഭാഗം തയ്യാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കാം എന്ന് അവർ ചോദിച്ച ചോദിച്ചാൽ എനിക്ക് മുടിന്റെ എന്റെ അഭിപ്രായത്തോടുള്ള ആവശ്യമില്ലാത്ത ആൾക്കാരെ പിണറായിന്റെ പോലത്തെ നമ്മൾ മുടിന്റെ ഇടപെടുന്നതുകൊണ്ട് ഇസ്ലാമിന്റെ തേജോടിയാണ് ഇക്കാര്യം അഭിപ്രായം നമ്മൾ ചോദിച്ചത്. സഹോദരൻ ചോദിച്ചത് വെല്ലൂരിലെ, അതേ നമ്മൾ വളരെ നല്ല നിലക്കൊന്ന് ചോദിച്ചതാണ്. അതൊക്കെ നമ്മൾ പറയുന്നില്ല. വെല്ലൂരിലെ മുടി കത്തിക്കാൻ തയ്യാറുണ്ടോ? സമസ്ത കേരള ജമിയത്തുലുള്ള കയ്യിൽ ആ മുടി കിട്ടുകയാണെങ്കിൽ കത്തിച്ചു കാണിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അല്ലാതെ ഉസ്താദ് പറഞ്ഞത് അംഗീകരിക്കാൻ ഞാൻ എന്നോട് ചോദ്യം ചെയ്യുന്നതോട് തീർച്ചയായും ഇതേ മറുപടി തന്നെ അവരെ ഞാൻ വെല്ലുവിളിക്കുന്നത് ഞാൻ അറിയിക്കാം. അദ്ദേഹത്തെ നല്ലൊരു കൊണ്ടായിരിക്കും. നമ്മുടെ നല്ല പ്രവർത്തകന്മാരാണ് കൂടെ ഉള്ളത്. അദ്ദേഹത്തിന് കണ്ണിയത്ത് ഉസ്താദിന്റെ ഖബർ സിയാറത്തൊക്കെ ചെയ്ത് അൽഹംദുലില്ലാ. അങ്ങനെ ഇപ്പോ ഇവിടെ നമ്മളെ ചോദിച്ചെന്നറിയും, നിങ്ങളെ കൊണ്ട് ആരെങ്കിലും സുന്നിയണം കേട്ടില്ലേ? അതുകൊണ്ട് തെളിഞ്ഞു കഴിഞ്ഞു. SKSന്റെ പ്രവർത്തനം കൊണ്ട് ധാരാളം ആളുകൾ സുന്നത്ത് ജമാഅത്തിലേക്ക് കടന്നു വന്നു. അതെ, ഇനി ബഹുമാനപ്പെട്ട നമ്മൾ പറഞ്ഞ സമയം അവസാനിച്ചെങ്കിൽ ഇനി ആരെങ്കിലും SSFകാരായ
കാന്തപുരത്തിന്റെ ഇപ്പൊ പൊന്മണ നാട്ടുകാരൻ അത് കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി തൊട്ടടുത്ത തങ്ങപ്പാപ്പാന്റെ ആളെ കിട്ടിയ നമുക്ക് സന്തോഷമായി. ആരെങ്കിലും എത്രയും പെട്ടെന്ന് വരികയാണെങ്കിൽ നമുക്ക് അവർക്ക് അവസരം കൊടുക്കാം. അല്ലെങ്കിൽ മുഹമ്മദ് ഇസ്മായിൽ സക്കാഫി ഒരുപാട് കാര്യങ്ങൾ പറയാൻ കാത്തിരിക്കുകയാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും പറയാം. അല്ല, നമ്മൾ അവസരം കൊടുത്താൽ പറയാൻ വെച്ചിട്ടാണ്. ഒരു ചാൻസ് ഇല്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ ബഹുമാനനായ ഉസ്താദ് ഇസ്മായിൽ സഖാഫി തോട്ടുമുക്കത്തെ വളരെ ആദരവ് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും.